ഹലോ. അങ്ങനെ കുറേ ദിവസമായി മുടങ്ങി കിടന്നിരുന്ന എൻ്റെ റൊട്ടീൻ വീഡിയോയിലോട്ട് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ചൊന്ന് ലേറ്റ് ആയി കേട്ടോ. അപ്പോൾ മോൻ എന്തായാലും ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ കിച്ചണിൽ ഒന്ന് ദേ കട്ടൻ വെച്ച ശേഷം ഇനി എന്താ പരിപാടി എന്ന് ആലോചിക്കുമ്പോൾ കുറച്ച് പൂവുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഈ മഴ തുടങ്ങിയതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷം കിട്ടുന്നതാണ് കുറച്ച് അഗസ്തിപ്പൂ. പിന്നെ ഈ സംഭവം എന്താണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് പയർ മുളപ്പിച്ചതാണ്. അതൊന്ന് തോരൻ വെക്കാമെന്ന് കരുതി, കുറച്ച് പ്രോട്ടീനൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പയർ അല്ലാതെ പുഴുങ്ങി കൊടുക്കുന്നതൊക്കെ കഴിക്കാനൊക്കെ മക്കൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനെ ഒന്നിങ്ങനെ ഒന്ന് മെഴുക്കുരുട്ടിയോ അല്ലെങ്കിൽ തോരൻ വെച്ചിട്ടോ കൊടുത്താലേ കഴിക്കുമെന്ന് നോക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ്. പിന്നെ ഇതേ മോന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബിരിയാണി റൈസ് എടുത്ത് ഒന്ന് വെള്ളത്തിലോട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നോർമൽ ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇതേ കുറച്ച് റൈസ് ഇട്ട് എടുക്കുകയാണ്. കുറച്ച് ചമ്പാരിയാണ് ഇടുന്നത്. അതാകുമ്പോൾ കുക്കറിൽ ഒരു 2 വിസിൽ കേൾക്കുമ്പോൾ കുറച്ചൊന്ന് ഓഫ് ചെയ്ത് വെച്ച് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടി തിളപ്പിക്കുമ്പോൾ വെന്ത് കിട്ടും. പിന്നെ ഞാൻ ഈ അഗസ്തിപ്പൂ ഒരു 10ഓ 20ഓ പൂവേ ഉള്ളൂ. പക്ഷേ ഭയങ്കര സംഭവമായിട്ട് കിട്ടാതിരുന്ന് കിട്ടിയപ്പോൾ എന്തോ ഒരു നിധി കിട്ടിയല്ലോ. ഞാനതങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണേ. കുറച്ച് ഒരു പകുതി സവോളയും ഒരു പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് മെഴുക്കുരുട്ടി എടുക്കുമ്പോൾ ടേസ്റ്റ് ആയിരിക്കും. കുറേ നാളുകൾക്ക് ശേഷം കിട്ടുന്നതല്ലേ. അങ്ങനെ പൂവൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉറട്ടി ഉണ്ടാക്കാമെന്ന് കരുതി. ഉറട്ടി നമ്മൾ സാധാരണ മട്ടനും ചിക്കനൊക്കെ വെക്കുമ്പോൾ ഉണ്ടാക്കി കഴിക്കാറാണ്. പെരുന്നാളിനൊക്കെ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാറാണ്. പക്ഷേ ഇടയ്ക്ക് ഇതുപോലെ നമ്മൾ മറ്റേ നമുക്ക് വേറെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാറുണ്ട്. കുറച്ച് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒരു മുറി തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന ആ ഒരു മിക്സിലോട്ട് നമ്മുടെ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് കുറച്ച് നേരം ആ ഒരു ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് വേകുന്നത് വരെ ഒന്ന് ചിക്കി എടുക്കണം. നല്ല ചൂടും ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മൾ ചെറിയ ചൂടെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ താങ്ങുന്ന ഒരു ചൂട്, ഒരുപാട് അങ്ങ് തണുക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഒരു കയ്യിൽ താങ്ങുന്ന ചൂടോടുകൂടി നമ്മൾ പച്ചവെള്ളത്തിൽ കൈ മുക്കിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ ഉരട്ടി റെഡിയാക്കി എടുക്കണം കേട്ടോ. തണുക്കാൻ വേണ്ടി എടുത്ത് വെക്കാൻ നിൽക്കല്ലേ. അപ്പോഴത്തേക്കും ഞാൻ ദേ മെഴുക്കുരുട്ടി ഒന്നുണ്ടാക്കി മാറ്റി വെച്ച ശേഷം ആ ഒരു പാനിലോട്ട് തന്നെ നമ്മുടെ പയറിട്ട് കൊടുക്കണേ. മുളപ്പിച്ച പയറാണ്, അധികം വേവിക്കണ്ട. ഹാഫ് കുക്കിൽ കഴിക്കണം എന്നൊക്കെ അറിയാം, എന്നാലും ഈ മക്കൾ കഴിക്കില്ല കേട്ടോ. അതുകൊണ്ട് ഞാനൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരുപാട് അങ്ങ് വേവിച്ചില്ലെങ്കിലും ആ ഒരു എണ്ണയിലോട്ട് കടുകിട്ടനുസരിച്ച് ഒത്തിരി നേരം ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇടയിലെ ചൂടോട് കൂടിയ മാവിനെ ഒന്ന് കൈ ഇങ്ങനെ വെള്ളത്തിൽ മുക്കി മുക്കിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴേ നമുക്ക് നന്നായിട്ട് മാവൊന്ന് ആ ഒരു പരുവത്തിന് റെഡിയാക്കി കിട്ടും കേട്ടോ. അല്ലാതെ നമ്മൾ ആ ഒരു നന്നായിട്ട് തണുത്തതിന് ശേഷം അതൊന്ന് കുഴയ്ക്കാൻ നിന്നാൽ ശരിയാവില്ല കേട്ടോ. ഇങ്ങനെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു പയറൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് നേരം അടച്ചു വെച്ചപ്പോൾ തന്നെ അതിലോട്ട് നമ്മൾ സാധാരണ തോരനരിക്കും പോലെ. അപ്പോഴേക്കും ടൈം 7:30 ആയിട്ടുണ്ടായിരുന്നു. മോൻ റെഡി ആയി അപ്പോൾ അവൻ റെഡിയാക്കി ചോറും അവൻ്റെ വാട്ടർ ബോട്ടിലൊക്കെ ഫില്ല് ചെയ്തതേ അവനെ പറഞ്ഞു വിടുകയാണ്. കാരണം അവൻ്റെ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്നെ പണിയാവും. അപ്പോൾ അവൻ പോട്ടെ എന്ന് കരുതി. പിന്നെ ഞാൻ ദേ തോരന് അരച്ചു വെച്ച ആ സംഭവം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മുന്നേ ഞാൻ 1-2 പ്രാവശ്യം വെച്ചിട്ട് ഞാൻ തന്നെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് അത്ര ടേസ്റ്റും തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷേ ഇത് ഞാനിങ്ങനെ പച്ച തേങ്ങ എടുത്തിട്ടാണ് ഞാൻ ഇത് ചതച്ചിട്ട് കൊടുത്തത്. അതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ച് നേരം ചിക്കിയൊക്കെ എടുത്തിട്ട് ടേസ്റ്റ് നോക്കുമ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയോ. ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് കരുതിയില്ല. കാരണം എനിക്ക് പയർ മുളപ്പിച്ചതിനോട് അത്ര താല്പര്യമില്ല കേട്ടോ. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും അങ്ങോട്ട് മാറ്റി വെച്ച ശേഷം ഇനി ഞാൻ ഉരട്ടി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ചെയ്യുന്നത്. സാധാരണ ഉരുട്ടിയൊക്കെ ചെയ്യുമ്പോൾ ഓടിൻ്റെ ചട്ടിയിൽ നല്ല വിറകടുപ്പിൽ വെച്ചാണ് ചെയ്യുന്നത്. പക്ഷേ അതിനുള്ള സമയമൊന്നും ഇപ്പോൾ ഇല്ല, വിറകടുപ്പ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വെച്ചിട്ട് അങ്ങ് ചെയ്യാറാണ് പതിവ്. എന്നാലും ഓടിൻ്റെ ചട്ടി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റൗവിൽ വെച്ചിട്ട് ചെയ്യാം. പക്ഷെ വെറുതെ ഗ്യാസ് ഇത്രയും കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. അതിനുശേഷം കുറച്ച് മോരുകറിയും കൂടെ റെഡിയാക്കി എടുത്തു. അങ്ങനെ ഉച്ചയ്ക്കുള്ള ഫുഡിന് എന്തൊക്കെയോ തട്ടിക്കൂട്ടി റെഡിയാക്കി കേട്ടോ. നമ്മുടെ അഗസ്തിപ്പൂ മെഴുക്കുപുരട്ടിയും മോരുകറിയും അതുപോലെ നല്ല മുളപ്പിച്ച പയർ തോരനും ഒക്കെ ആക്കി വെച്ചു. ഇതൊക്കെ ധാരാളമല്ലേ, അത് മതി. അങ്ങനെ അതൊക്കെ ഒന്ന് ചെയ്ത് ഒതുക്കിയ ശേഷം ഞാൻ കോഴിക്കുട്ടന്മാർക്ക് ഫുഡ് കൊടുക്കാൻ പോകണേ. അവർക്ക് ഫുഡും വെള്ളവും ഒക്കെ വെച്ച് കൊടുക്കണം. നല്ല മഴ സീസണായിട്ടും ആ ഒരു വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല മഴ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഹാൻഡ് വാഷ് ചെയ്യാനുള്ള തുണികൾ കഴുകി വിരിക്കുമ്പോൾ തന്നെ വീണ്ടും മഴക്കാർ വന്ന് മൂടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീട്ടിനുള്ളിലോട്ട് കയറിയിട്ട് വീടിൻ്റെ ഒരു ഏരിയ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് അടിച്ച് വാരി എടുക്കുകയാണ്. അല്ലാതെ ആ വീട് ഫുള്ളായിട്ട് എന്നും ക്ലീൻ ചെയ്യലൊന്നും നടക്കുന്ന കാര്യമില്ല. ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ 2 ബെഡ്റൂമും വൃത്തിയാക്കി, അതുപോലെ ഹാളിൻ്റെ കുറച്ച് ഭാഗവും വൃത്തിയാക്കി കേട്ടോ. ഹാൾ ഫുള്ളായിട്ട് ഡൈനിങ്ങും ലിവിങ്ങും ഒക്കെ സെപ്പറേറ്റ് അല്ലേ. അപ്പോൾ കുറച്ച് ഏരിയ മാത്രം ഒന്ന് വൃത്തിയാക്കി. അത് മോപ്പിംഗ് ഒന്നുമില്ല കേട്ടോ, ബ്രഷിങ് മാത്രം ഒന്ന് വൃത്തിയാക്കി എടുത്തു. അതുപോലെ വിൻഡോ ഒക്കെ നന്നായിട്ടൊന്ന് വലയൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നേ.
5 മിനിറ്റ് ആയിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുൻപിൽ എത്തുന്നതെങ്കിലും ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത്. തികച്ച് ഷോർട്ട്, അപ്പോൾ ഒരുപാട് ഷോർട്ട് ആക്കിയിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ കാണാം. ബൈ ബൈ.